നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീ പുരുഷനെതിരെ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയാൽ പിന്നെ അയാളുടെ കാര്യം പോക്കാണ്. ഉന്നത സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലായ്മയിലേക്ക് പതിക്കാൻ ഈ കാരണം തന്നെ ധാരാളം. സിനിമാക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ഇത്തരത്തിൽ ഈ അടുത്തായി ഒരുപാട് മാനം കെട്ട കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. അവരുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന വിഷയമാകുമ്പോൾ മറ്റിടങ്ങളിൽ ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന് പറയേണ്ടി വരും. ലോക നേതാവെന്നറിയപ്പെടുന്ന ട്രംപിനും റഷ്യയുടെ പരമാധികാരിയായ പുടിനുമെതിരെ പോലും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചിട്ടില്ല സാരമായി. ട്രംപിന്റെ വീരഗാഥ ഒട്ടുമിക്ക പേർക്കും അറിയാമെങ്കിലും റഷ്യൻ പ്രസിഡന്റിന്റെ താല്പര്യങ്ങൾ പലർക്കും അറിയണമെന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ തികഞ്ഞ സ്ത്രീലമ്പടനായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അറിയപ്പെടുന്നത്. പുടിന്റെ കാമുകിമാരുടെയും പങ്കാളികളുടെയും ലിസ്റ്റ് അത്രയേറെ ദൈർഘ്യമുള്ളതുമാണ്. റോബർട്ട് മർഡോക്കിന്റെ മുൻ ഭാര്യയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ മുൻ കാമുകിയുമായ വെൻഡി ഡെൻക പുടിന്റെ കാമുകിയാണെന്നാണ് 10 വർഷങ്ങൾക്ക് മുൻപേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പുടിനുമായുള്ള വെൻഡിയുടെ ബന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് മർഡോക്ക ഇവരെ ഉപേക്ഷിച്ചതെന്നും തെളിഞ്ഞിരുന്നു. ബാലപീഡകനാണെന്ന് പോലും വിമർശിക്കപ്പെടുന്ന ഏകാധിപതിയായ ഈ കോടീശ്വരന് റഷ്യക്കകത്തും പുറത്തുമായി നിരവധി കാമുകിമാരുണ്ട്. ഇവരിൽ പലരും പുടിൻ കൊള്ളയടിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ ബിനാമികളാണെന്നാണ് അറിയപ്പെടുന്നത്. ഭാര്യ ലുദ്മിലയുമായി വിവാഹമോചനം നടന്ന ശേഷം തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു യുവതി കടന്നു വരില്ല എന്ന് പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം കള്ളമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഒളിമ്പിക് ജിംനാസ്റ്റിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ അലീന കബയേവയാണ് പുടിന്റെ അറിയപ്പെടുന്ന കാമുകി. അലീന പുടിന്റെ ബിനാമി കൂടിയാണ്. അലീനയുടെ മുഴുവൻ സ്വത്തുക്കളും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്ക മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുടിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർക്കെതിരെ US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ ഉപരോധമാണ് ഈ ഒരു കാമുകിക്കും വിനയായത്. ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വന്ന വനിതയാണിവർ. പുടിന് അലീനയിൽ 2 മക്കളുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും വാർത്ത പ്രസിദ്ധീകരിച്ച സ്ഥാപനം സർക്കാർ പൂട്ടിച്ചു. പുടിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് തലയിടാൻ പേടി കാരണം റഷ്യൻ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. കോണ്ടം ഉപയോഗിക്കാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണത്രേ പുടിന്റെ വികല ധാരണ. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും പുടിന് കുട്ടികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2 വർഷം മുൻപ് പുടിന്റെ രഹസ്യ മകൾ എലിസവേറ്റ ക്രിവോനോജിക് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതം തകർത്തുവെന്നാണ് ഈ 22കാരി പേര് വെളിപ്പെടുത്താതെ ടെലഗ്രാം ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. താൻ ആരാകാൻ ജനിച്ചുവെന്നും തൻ്റെ ജീവിതം നശിപ്പിച്ചത് ആരാണെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ മനുഷ്യൻ തന്നെയാണ് എൻ്റെ ജീവിതവും നശിപ്പിച്ചതെന്നാണ് എലിസവേറ്റ വെളിപ്പെടുത്തിയത്. പേര് പറഞ്ഞില്ല എങ്കിലും അവർ സൂചിപ്പിച്ചത് പുടിനെ തന്നെയാണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ പുടിൻ എലിസവേറ്റയെക്കുറിച്ച് കേട്ടിട്ടുകൂടിയില്ല എന്നാണ് 2020 അദ്ദേഹത്തിൻ്റെ വക്താവ് പറഞ്ഞത്. ശുചീകരണ തൊഴിലാളിയായിരുന്ന സ്വെറ്റ്ലാന ക്രിവോനോഗികാണ് എലിസവേറ്റയുടെ അമ്മ. ശുചീകരണ തൊഴിലാളിയായിരുന്ന സ്വെറ്റ്ലാന വളരെ പെട്ടെന്നാണ് റഷ്യയിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഷെയർ ഹോൾഡറായി മാറിയത്. പുടിനുമായുള്ള ബന്ധമായിരുന്നു അതിന് കാരണം. US പുടിന്റെ സ്വകാര്യ പണപ്പെട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ബാങ്ക് ഓഫ് റഷ്യയുടെ ബഹുഭൂരിപക്ഷം ഓഹരികളും അവരുടെ പേരിലായിരുന്നു. 2020 കണക്കനുസരിച്ച് സ്വെറ്റ്ലാനയുടെ ആസ്തി 83 മില്യൺ പൗണ്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. 2003 മാർച്ച് 3 എലിസവേറ്റ ജനിച്ചതെന്നാണ് രേഖകളിലുള്ളത്. ജനന സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ പുടിന്റെ മകൾ എന്ന് സൂചിപ്പിക്കുന്ന വ്ളാദിമിറോവ്ന എന്ന പേര് സ്വീകരിച്ചിട്ടുമുണ്ട്. റഷ്യയിൽ പിതാവിൻ്റെ ആദ്യ പേര് പെൺകുട്ടികൾ സ്വന്തം പേരിനോട് ചേർത്ത് വയ്ക്കുന്ന പതിവുണ്ട്. പിന്നീട് പുടിനുമായി തെറ്റിയതോടെ മകൾ യൂറോപ്പിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി രഹസ്യ കുട്ടികൾ പുടിന് ലോകത്ത് എമ്പാടുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇക്കേൾക്കുന്നതിനൊന്നും പുടിൻ പ്രതികരിച്ചിട്ടില്ല. സത്യമാണോ അതോ വെറും കെട്ടുകഥകളാണോ ആരുടെയെങ്കിലും സംശയങ്ങളാണോ എന്നൊന്നും അറിയില്ല ആർക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇക്കാര്യങ്ങളൊന്നും പുടിനെ ഏഷിയിട്ടില്ല. സ്ത്രീ വിഷയങ്ങൾ പ്രധാന ആയുധമാണെങ്കിൽ എന്നേ ട്രംപിനും പുടിനുമൊക്കെ പണിനിർത്തി പോകേണ്ടി വന്നേനെ. പക്ഷെ അതൊക്കെ സ്ഥലം വേറെയാണ്. ഭരണാധികാരികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാറില്ല ആരും. സ്ത്രീകളെ രാഷ്ട്രീയ ആയുധങ്ങളായി ഇറക്കാറില്ല. അതേസമയം ഗുരുതര വിഷയം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായാൽ ആരും കണ്ണടച്ച് നിൽക്കാറുമില്ല.